ഓം നമ ശിവായ. 2025 മെയ് മാസം 14 തീയതി, കൊല്ലവർഷം 1200 ആണ്ട്, മേടമാസം 31 തീയതി, ബുധനാഴ്ച രാത്രി 10:07 വ്യാഴം അഥവാ ഗുരു ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം 7-ാം ഇടത്ത് കൂടി, അതായത് ചന്ദ്രാൽ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അടുത്ത വർഷം 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവമാസം 17-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് 1:50 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നതുവരെ 1 വർഷവും 18 ദിവസവും ആയ കാലയളവിൽ ധനുക്കൂർ നക്ഷത്രക്കാർക്ക് വ്യാഴം 7-ാം ഇടത്ത് സഞ്ചരിക്കുകയാൽ ഈ കാലത്ത് ജാതകർക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ധനലാഭങ്ങളും അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചില പദവികൾ ലഭ്യമാകുകയും നിലവിൽ സ്ഥാനമാനങ്ങളിൽ ഉള്ളവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകും. ഇപ്പോൾ പറഞ്ഞതിന് സമാനമായ അനുഭവങ്ങൾ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളിലുള്ളവർക്കും ലഭ്യമാകുന്നതാണ്. തൊഴിൽപരമായും മറ്റ് കാരണങ്ങളാലും കുടുംബവുമായി അകന്ന് കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നതിനും കുടുംബസുഖവും ദാമ്പത്യസുഖവും അനുഭവിക്കുവാൻ യോഗമുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുകയും ചെയ്യും. ദശ അപഹാരകാലങ്ങളും കൂടി അനുകൂലമായിരിക്കുന്ന ജാതകർക്ക് വർദ്ധിച്ച തോതിലുള്ള ശുഭാനുഭവങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ടാകും. എന്നാൽ ദശ അപഹാരകാലങ്ങൾ വിപരീതമായിരിക്കുന്നവർക്ക് ശുഭഫലങ്ങൾക്ക് പുഷ്ടി കുറയുകയും വന്നു വന്നില്ല, അല്ലെങ്കിൽ കിട്ടി കിട്ടിയില്ല എന്ന തോതിൽ കടന്നു പോകുകയും ചെയ്യും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം നമോ നാരായണായ മന്ത്രജപവും വിഷ്ണു സഹസ്രനാമ സ്തോത്ര ജപവും തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ ഏറെ ഉത്തമമാണ്.